ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വെർമിസെല്ലി കൊണ്ട് വളരെ രുചികരമായിട്ട് ചടപടയെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലാന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിന് കുട്ടികൾക്ക് കൊടുത്തേക്കാനൊക്കെ പറ്റിയ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഒരു 2-3 ടീസ്പൂൺ അളവിൽ മാത്രം എണ്ണ ചേർക്കാം. നമ്മൾ സാധാരണ പാചകത്തിന് ഉപയോഗിക്കുന്ന ഏത് എണ്ണ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 കപ്പ് അളവിൽ, അതായത് 150 ഗ്രാം അളവിലാണ് ഞാനിപ്പോൾ വെർമിസെല്ലി എടുത്തിട്ടുള്ളത്. വറുത്ത സേമിയോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് വറുക്കാത്തതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇതിനൊന്ന് വറുത്ത് കൊടുക്കാം. ഇതിൻ്റെ കളറൊന്നും മാറണം എന്നുള്ള ആവശ്യമില്ല, നല്ല രീതിക്ക് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. ഒരു 2 മിനിറ്റ് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ഞാനിതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലതുപോലെ ചൂടായിട്ടുള്ള വെള്ളം ചേർക്കാം. വെള്ളം നമ്മുടെ സേമിയ വേകാനും ആവശ്യമായിട്ടുള്ളത് വേണം ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു 1 ലിറ്റർ അളവിലാണ് കേട്ടോ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടുള്ളത്. കൂടെ നമ്മുടെ ഈ സേമിയയിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് കുറച്ച് കൂടുതൽ വേണം ചേർക്കാനായിട്ട്, കാരണം അധികം വെള്ളം വെച്ചിരിക്കുന്നതിൻ്റെ പേരിൽ ഉപ്പ് നന്നായിട്ട് നമ്മുടെ സേമിയയിൽ പിടിച്ച് കിട്ടാനായിട്ട് കുറച്ച് കൂടുതലായിട്ട് ഉപ്പ് ചേർക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നമ്മുടെ സേമിയ എല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഇതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വാർന്ന് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം ഒരു അരിപ്പയിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്കൊരല്പം പച്ചവെള്ളം ചേർക്കാം. അപ്പോൾ നമ്മളിങ്ങനെ പച്ചവെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സേമിയ അധികമായിട്ട് വെന്ത് പോകില്ല. അതുപോലെ തന്നെ ഇതിലുള്ള ആ ഒരു സ്റ്റാർച്ചൊക്കെ ഒന്ന് മാറി കിട്ടും, അതായത് പരസ്പരം ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിന് മുകളിലായിട്ട് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി വേണ്ടത്, ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ കടുക് ചേർക്കാവുന്നതാണ്. കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, കൂടെ തന്നെ 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ലൈറ്റായിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം ആദ്യം. ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മീഡിയം സൈസ് സവാളയിൽ 1 സവാള ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി സവാളയും ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. സവാള നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്ത് സവാളയൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് മീഡിയം സൈസ് വലുപ്പത്തിനുള്ള 1 ക്യാരറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ ക്യാരറ്റ് ചേർക്കാം. കൂടെ തന്നെ ഒരല്പം ഗ്രീൻ പീസും കൂടി, ഒരു 1/4 കപ്പ് അളവിലാണ് കേട്ടോ ഗ്രീൻ പീസ് എടുത്തിട്ടുള്ളത്. ഇത് പച്ച ഗ്രീൻ പീസാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസാണ് ഉള്ളതെങ്കിൽ അത് തലേ ദിവസമേ ഒന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ പീസ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ല രീതിക്ക് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഈ ഗ്രീൻ പീസും അതുപോലെ തന്നെ ക്യാരറ്റ് എല്ലാം ഒന്ന് വെന്ത് കിട്ടണം. ഒരു 2-3 മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റിൻ്റെയും അതുപോലെ തന്നെ ഗ്രീൻ പീസ് എല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. നല്ല എരിവ് കുറവാണ്. അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ മതിയാവും. കൂടെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി. നമ്മളിതിലേക്ക് എരിവിന് വേണ്ടി ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് കൂടുതലായിട്ടും. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടി ചേർക്കാം. ഈ ടൊമാറ്റോ സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നമുക്ക് ഒരു തക്കാളി മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് സ്മൂത്തായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് അത് ചേർക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഈ വെജിറ്റബിൾസിനും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ഇത്രയും മസാലകളും ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്ക് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഈ മസാലയും ടൊമാറ്റോ സോസും എല്ലാം നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സേമിയ ചേർക്കാവുന്നതാണ്. സേമിയയും ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു സേമിയ ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷേ കുട്ടികൾക്കും വലിയവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു എരിവ് നമുക്ക് കുട്ടികൾക്കും കൊടുക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ അളവിലെ കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് നമുക്ക് കുരുമുളക് പൊടി വേണം എക്സ്ട്രാ കൂടുതൽ ചേർക്കാനായിട്ട്. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റിൽ ഇതിൽ നമുക്ക് ഒരല്പം മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സേമിയ ഉപ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഞാൻ പറഞ്ഞതുപോലെ ലഞ്ച് ബോക്സിന് എങ്ങനെ വേണമെങ്കിലും കൊടുത്തേക്കാവുന്നതാണ്.
ഉറപ്പായിട്ട് നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.